ഹലോ ഗായ്സ്, നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? എൻ്റെ ന്യൂ ഇയർ പരമ ബോറെന്ന് വെച്ചാൽ പരമ ബോറായിരുന്നു കേട്ടോ. സാധാരണ എല്ലാ കൊല്ലവും ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കുന്നത് എൻ്റെ കെട്ടിയവൻ്റെ കൂടെയാണ് കേട്ടോ. കൊല്ലം എന്നൊന്നും പറയാനൊക്കത്തില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു മൂന്നാല് കൊല്ലമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. കാര്യം പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ ഗൾഫിലും അവിടെ ഇവിടെയും, പിന്നെ ചെറിയ ഒരു വഴി പ്രശ്നവും തർക്കമൊക്കെ വന്നപ്പോഴത്തേക്കും അവരുമായിട്ടൊന്ന് ഇടയ്ക്ക് ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായി. ആ സമയം തൊട്ട് പുള്ളി ഞാനുമായിട്ടാണ് പുള്ളിയുടെ ന്യൂ ഇയറും ക്രിസ്മസും എല്ലാം. അപ്പോൾ ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യവും പുള്ളിയുടെ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ. പക്ഷേ കഴിഞ്ഞ തവണ പോയപ്പോൾ കുറച്ച് നേരമൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു 12 മണി സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഇപ്രാവശ്യം പുള്ളി കംപ്ലീറ്റ് പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച് സാരമില്ല, പോട്ടെ, അവരുടെ ഒരു ആഗ്രഹമല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ആശ്വസിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് കുറച്ച് ഒരു വൈനും കേക്കൊക്കെ മേടിച്ചു തന്നു കേട്ടോ. അങ്ങനെ സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ കുറേ കൂട്ടുകാരികൾ എൻ്റെ മനസ്സമാനം കിടത്താനായിട്ട് അവരുടെ ഹസ്ബൻഡുമാരുടെ കൂടെയുള്ള ന്യൂ ഇയർ സെലിബ്രേഷൻ്റെ ഫോട്ടോസൊക്കെ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലെ സ്ത്രീരത്നം ഉണർന്നു. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ. കാര്യം അത്രയും ഞാൻ പ്രതീക്ഷിച്ചു പുള്ളി ഒരു 12 മണിക്ക് അല്ലെങ്കിൽ ഒരു 11:45 12 മണിക്ക് വന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമായിരിക്കും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കശ്മരൻ വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഫ്രണ്ട്സ്. എൻ്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കരഞ്ഞു. അത് കഴിഞ്ഞൊരു 12:30 ആവാറായപ്പം വേണ്ടേ വരുന്നു കുടൂടാ ബൈക്കിൽ എൻ്റെ കെട്ടിയോട്ടോ. എനിക്കാണെങ്കിലോ എവിടെ നിന്നില്ലാത്ത ദേഷ്യം വന്നു. അതിന് മുന്നേ ഞാൻ ഉറങ്ങി കേട്ടോ. യഥാർത്ഥത്തിൽ പുള്ളി വരുന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. പുള്ളിയുടെ വണ്ടിയുടെ ശബ്ദം അതാണ്. പുള്ളി വന്ന് കിടന്ന് എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ കതവ് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ റൂം ഞാൻ അന്തസ്സായി ക്ലോസ് ചെയ്ത് സുഖമായി കിടന്നുറങ്ങാൻ ഉള്ള പ്ലാനിലല്ല അടച്ച് കിടന്നുറങ്ങുകയായിരുന്നു. പുള്ളി കുറേ നേരം വന്നിരുന്ന് വിളിച്ചു. അവസാനം ഗതികെട്ട് എന്നെ വിളിച്ചുണർത്തി. പക്ഷെ ഞാനും പുള്ളി കൂടെ ചകട പുള്ളി പോത്ത് പോലെ കിടന്നുറങ്ങുന്നു. എനിക്ക് ഉറക്കവും വന്നില്ല. കാര്യം ഞങ്ങൾ അത്രയും തിക്ക് ഫ്രണ്ട്സിനെ പോലെ കേട്ടോ. സോറി, എൻ്റെ ഫുഡിനകത്ത് എൻ്റെ തന്നെ ഡ്രസ്സിൻ്റെ വള്ളി വന്ന് വീണതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നീറ്റ്നെസ് ഒന്നും ഇല്ലയെന്നൊന്നും വിചാരിക്കരുത്. അറിയാതെ സംഭവിച്ചു പോയതാണ്. ഉറക്കപ്പിച്ചിലാണ് ചെയ്യുന്നത്. എന്തായാലും പുള്ളി ഇപ്പോൾ ഉറങ്ങുന്നു. ഞാനൊരു കുറച്ച് നേരം ഒരു 2 മണിക്കൂറോളം ഞാൻ അവിടെ പോയിരുന്നു. ഒരു 12 മണിക്ക് 12:30 ഇപ്പം 3 മണിയാവാറായി. അത്രയും നേരം ഏകദേശം ഒരു 2 മണി വരെ 2:30 വരെയൊക്കെ ഞാൻ അവിടെ പോയിരുന്നു പഠിച്ചു എൻ്റെ ലൈബ്രറി റൂമിൽ. എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കുക്ക് ചെയ്യുക കേട്ടോ. 3 മണി ആവാനായിട്ട് ഇനി 1 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ന്യൂ ഇയർ കുളമായി എന്നാണ് ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.